നമുക്ക് ഇതുപോലെ കോളർ വരുന്ന കോട്ടിൻ്റെ യൂണിഫോമിൻ്റെ കട്ടിങ് എങ്ങനെയാണ് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പൺ സൈഡ് നമ്മളെ ഭാഗത്തേക്ക് വെച്ചിട്ട് ക്ലോത്ത് മടക്കിയിടുക. ഫോൾഡഡ് സൈഡല്ല, ക്ലോത്തിൻ്റെ തേര് ഭാഗം വരുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം സാധാരണ നമ്മൾ എങ്ങനെയാണോ കോട്ടും കോളറുള്ള ഷർട്ടൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മടക്കിയിടുന്നത് അതുപോലെ നമ്മളെ ഭാഗത്തേക്ക് വെക്കുക. അതിൻ്റെ ശേഷം ഒരു മുകളിൽ ഒരു 3.25 താഴത്തെ ഒരു 2 ഇഞ്ച് പോയിൻ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് ഒരു ലൈന് വരച്ചു കൊടുക്കാം. അത് നമുക്ക് വേണ്ട ലെങ്ത്ത് നമ്മൾ മാർക്ക് ചെയ്തെടുക്കണം കേട്ടോ. അതിൻ്റെ ശേഷം മുകളിൽ നിന്ന് ഒരു 3.25 2 ഇഞ്ച് മാർക്കിങ് കൊടുക്കുക. അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് ഷോൾഡർ ആം ഹോള് അങ്ങനെയുള്ള നമ്മളെ മാർക്കിങ്ങൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുക. ഇതൊരു ടീനേജ് കുട്ടികൾ ഒരു 8 മുതൽ 10th വരെയുള്ള കുട്ടികൾക്കുള്ള മെഷർമെൻറ്റാണ്. അതിൽ വീതി നമ്മൾ കസ്റ്റമറെ മെഷർമെൻറ്റ് എടുത്തതിന് ശേഷം അതൊക്കെ കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇതിൽ നെക്കിൻ്റെ മെഷർമെൻറ്റ് 2.25 ഇഞ്ച് വിഡ്ത്തും 3.25 ലെങ്ത്തുമാണ് വരുന്നത്. അപ്പോൾ അത് നമുക്കൊരു ബോക്സ് ആക്കിയിട്ട് മാർക്ക് ചെയ്തിട്ട് താഴത്തുനിന്ന് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് അതിൽ കൂടെ ജസ്റ്റ് നന്നായിട്ട് വൈഡ് ആക്കിയിട്ട് വരക്കാതെ ഒന്നുകിൽ ആ കോർണറിൽ നിന്ന് നമ്മളെ 2.25 പോയിൻറ്റും 3.25 പോയിൻറ്റും ജസ്റ്റ് ഒരു ലൈന് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒന്ന് ഇങ്ങനെ ആംഹോൾ കർവ് ഉണ്ടെങ്കിൽ അതുകൊണ്ട് വരക്കുക. അതല്ലെങ്കിൽ ആ കോർണറിൽ നിന്ന് ഈ കോർണർ വരെ ജസ്റ്റ് നമ്മൾ ലൈൻ വരക്കുമല്ലോ, അതിൻ്റെ സെൻറ്ററിൽ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് കർവ് ചെയ്ത് വരച്ചെടുത്താലും മതി. 1.25 ഇഞ്ച് ആ കോർണറിൽ നിന്ന് പോയിൻ്റ് ചെയ്തിട്ട് അതിൽ കൂടെ വരച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്തു, മോളും മാർക്ക് ചെയ്തു. അതിൻ്റെ ശേഷം നമ്മൾ ചെസ്റ്റിൻ്റെ വിഡ്ത്ത് എത്രയാണോ അത് മാർക്ക് ചെയ്യുക. അതിൽ കൂടെയൊക്കെ സ്റ്റിച്ചിങ് ഗ്യാപ്പ് ഇടാൻ മറക്കാതിരിക്കുക. ഒരു 1.5 ഇഞ്ച് സ്റ്റിച്ചിങ് ഗ്യാപ്പ് ഇടുക. പിന്നെ നമ്മൾ മോള് മാർക്ക് ചെയ്തപ്പോൾ മുകളിൽ ഒരു 1 ഇഞ്ച് മാർക്ക് ചെയ്തിരുന്നു, അത് പോയിൻ്റ് ചെയ്യുക. അത് നെക്കിൻ്റെ അവിടെ നിന്ന് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാനുള്ളത്. ഇങ്ങനെ 1 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പും കൊടുക്കുക. 7 ഇഞ്ചാണ് നമ്മൾ താഴത്തേക്ക് ആംഹോൾ എടുത്തതിന് അതിൻ്റെ പകുതി പോയിൻ്റ് ചെയ്തിട്ട് പുറത്തേക്ക് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിൽ കൂടെ നമുക്കിങ്ങനെ ഫ്രണ്ട് പാർട്ടിൻ്റെ ആംഹോൾ ഇങ്ങനെ ഒന്ന് കുഴിച്ച് കാട്ടാം. ഇതിൽ നമ്മൾ ചെസ്റ്റ് എടുത്തിട്ടുള്ളത് 10 ഇഞ്ചാണ്. 10ൽ കൂടെ സ്റ്റിച്ചിങ് ഗ്യാപ്പും കൂടി മാർക്ക് ചെയ്യാം. കോട്ട് കട്ട് ചെയ്യുമ്പോൾ ഫ്രണ്ടിലില്ല 3.25 നിന്ന് 2ലേക്കുള്ള മാർക്കിംഗ് ഉണ്ടല്ലോ, ആ മാർക്കിംഗ് കറക്റ്റ് ആദ്യം ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. അത് നമുക്ക് മടക്കി വെക്കാനുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ക്രോസ് ആയിട്ട് കൊടുത്താൽ നമ്മളെ പോക്കറ്റിൻ്റെ അവിടെ നമുക്ക് തടസ്സമൊന്നും ഇല്ലാതെ കിട്ടും. താഴത്ത് വേണമെങ്കിലും 3.25 തന്നെ കൊടുക്കാം. അപ്പോൾ പോക്കറ്റ് വരുന്ന ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഒന്ന് സ്റ്റിച്ച് ചെയ്യേണ്ടി വരും. അതിൻ്റെ ശേഷം നമുക്ക് നമ്മളെ വേസ്റ്റിൻ്റെ ഭാഗം ഷേപ്പിൻ്റെ ഭാഗത്ത് മാർക്ക് ചെയ്യാം. ഇതിൽ 9 വരുന്നത് കേട്ടോ. അടിഭാഗത്ത് ആ 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ളത് നമുക്ക് മടക്കിയടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ആ മടക്കിയടിക്കാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത ആ പോയിൻ്റ് ഉണ്ടല്ലോ, അവിടുന്ന് അങ്ങോട്ട് നമുക്ക് സൈഡ് ഓപ്പൺ വേണ്ടിയിട്ട് ഒരു 3 ഇഞ്ചും കൂടി മാർക്ക് ചെയ്യാം. എന്നിട്ട് അതിൽ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക 3 ഇഞ്ചിക്ക്. ആ 3 ഇഞ്ചിൻ്റെ അപ്പുറത്തേക്ക് 1 ഇഞ്ച് കൂടി മാർക്ക് ചെയ്യുക. അത് അവിടെ നമുക്ക് സൈഡ് ഓപ്പൺ അടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. 2 ഇഞ്ച് ആദ്യം നമ്മൾ മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് വിട്ടതാണ്. നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് ആ ലെങ്ത്തിൽ കൂടെ ഒരു 2.5 ഇഞ്ച് എപ്പോഴും കൂട്ടിയെടുക്കുക. താഴത്ത് മടക്കി അടിക്കാനും മുകളിൽ 1/2 ഇഞ്ചും കൂട്ടിയെടുക്കുക. അതിൻ്റെ ശേഷം നമുക്കിതിൽ ടക്ക് ഇടണം. അപ്പോൾ മുകളിൽ നിന്ന് ഒരു 9.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് സൈഡിൽ നിന്ന് ഒരു 4 ഇഞ്ചും കൂടി 4 ഇഞ്ചിൽ പോയിൻ്റ് ചെയ്യാം. മുകളിൽ നിന്ന് 9.5 ഇഞ്ചിൽ അതൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. അതിൻ്റെ സെൻറ്റർ കണ്ടുപിടിച്ചിട്ട് 2 സൈഡിലേക്കും 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ നമുക്കൊരു കോണാക്കിയിട്ട് വരച്ചെടുക്കാം. ഈ കോണാക്കി വരക്കുമ്പോൾ 2 മുകളിലും താഴത്തും പോയിൻ്റ് ചെയ്ത 2 പോയിൻ്റ് ഉണ്ടല്ലോ, ആ പോയിൻ്റിൽ പിടിച്ചിട്ടാണ് നമ്മൾ ടക്ക് ഇടേണ്ടത്. ഇങ്ങനെ വരക്കുമ്പോൾ തന്നെ ഈ ടക്ക് ഇട്ട് കഴിഞ്ഞിട്ട് ഒരു 1/2 ഇഞ്ച് കഴിഞ്ഞതിന് ശേഷം 2 സൈഡിൽ നിന്നും 2.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമുക്ക് അവിടെ പോക്കറ്റിനുള്ള ഗ്യാപ്പും കൂടി ഇല്ലേന്ന് നോക്കുക. അടിഭാഗത്തേക്ക് ആ 2 ഇഞ്ചിൻ്റെ താഴത്തേക്കോ 2 ഇഞ്ചിൻ്റെ ഭാഗത്തേക്കോ പോക്കറ്റ് വരാതെ കറക്റ്റ് നമ്മൾ സ്റ്റിച്ചിങ് കഴിഞ്ഞാൽ വരുന്ന ലെങ്ത്ത് ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ പോക്കറ്റ് ഉൾക്കൊള്ളിച്ചിട്ട് വേണം മാർക്ക് ചെയ്യാൻ. അതിൻ്റെ ശേഷം നമുക്കിത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് പാർട്ടാണ് ആദ്യം കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഷേപ്പിൻ്റെ ഭാഗത്തും
നമ്മൾ സൈഡ് ഓപ്പൺ കൊടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റിച്ച് കുത്തി നിർത്തിയിട്ട് ഇതാക്കണ്ടല്ലോ, അവിടെയും ഒന്ന് കട്ട് കൊടുക്കാം. ഒരു 1/4 ഇഞ്ച് ഇങ്ങനെ പോയിൻ്റ് ചെയ്തിട്ട് ഒന്ന് ചെരിച്ച് അടിഭാഗം കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ ഭാഗത്ത് ഒരു തൂങ്ങിയ പോലെ നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മൾ ഫ്രണ്ട് പാർട്ടാണ് ഇപ്പോൾ കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് ഇപ്പോൾ നമ്മൾ ടെക്കൊക്കെ മാർക്ക് ചെയ്തല്ലോ, പോയിൻ്റൊക്കെ ഇട്ടല്ലോ, അത് അതിൻ്റെ മറ്റേ ഭാഗത്തേക്കും കൂടി ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒരുമിച്ച് വെക്കുന്ന രീതിയിൽ ഇങ്ങനെ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുക. അപ്പോൾ ആ ടക്ക് 2 ഭാഗത്തേക്കും ഒരുപോലെ വന്നോളും. പിന്നെ അതിൽ പ്രത്യേകിച്ച് മാർക്ക് ചെയ്യണ്ട. അതിൻ്റെ ശേഷം ഫ്രണ്ട് പാർട്ടിൽ ഒരു പട്ട ആദ്യം മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, 3.25 ഇഞ്ചും താഴത്തെ ഒരു 2 ഇഞ്ചും, അത് ഉള്ളിലേക്ക് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പിൻ ചെയ്തെടുക്കാം. ഇനി നമ്മൾ ബാക്ക് പാർട്ട് കട്ട് ചെയ്യാണ്. കട്ട് ചെയ്ത ബാലൻസ് ഉള്ള ക്ലോത്തിൻ്റെ ഫോൾഡഡ് സൈഡിൻ്റെ മുകളിൽ നമ്മൾ കട്ട് ചെയ്ത ഫ്രണ്ട് പാർട്ട് വെക്കുക. ഒരു 1/2 ഇഞ്ച് പുറത്തേക്ക് തള്ളണ രീതിയിൽ വെച്ചിട്ട് ഒന്നുകൂടി പിൻ ചെയ്തെടുക്കുക. ബാക്ക് പാർട്ട് കട്ട് ചെയ്യുമ്പോൾ ഫോൾഡഡ് സൈഡും ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യുമ്പോൾ ഓപ്പണിംഗ് സൈഡും വെച്ചിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. ഇതുപോലെ ഫ്രണ്ട് പാർട്ട് ഒരു 1/2 ഇഞ്ചോ 3/4 ഇഞ്ചോ പുറത്തേക്ക് തള്ളണ രീതിയിൽ വെച്ചിട്ട് പിൻ ചെയ്തെടുക്കുക. അടിഭാഗം നമ്മൾ ലെവൽ ചെയ്തിട്ട് വെച്ചിട്ട് കറക്റ്റ് ഒന്ന് പിൻ ചെയ്തെടുക്കുക. മുകൾ ഭാഗത്ത് ഫ്രണ്ട് പാർട്ടിനേക്കാളും 2 ഇഞ്ച് കൂടുതൽ ക്ലോത്ത് ആവശ്യമുണ്ട്. അതുകൊണ്ട് മുകളിലേക്ക് അങ്ങോട്ട് ക്ലോത്തിൻ്റെ ഭാഗത്തേക്ക് കറക്റ്റ് ചെയ്തിട്ട് വെക്കുക. എന്നിട്ട് അതിൻ്റെ ശേഷം നമ്മൾ ഫ്രണ്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ മുകളിലേക്ക് 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക. മുകളിലേക്ക് 2 ഇഞ്ച് കൂട്ടിങ്ങാണ്ട് വരച്ചു കൊടുത്തിട്ട് ബാക്കത്തെ നെക്കിൻ്റെ 2.25 തന്നെയാണ് വീതി, വിടുത്ത് 1 ഇഞ്ച്. ആ 1 ഇഞ്ച് പോയിൻ്റൊക്കെ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് പാർട്ടിനേക്കാളും 2 ഇഞ്ച് കൂട്ടിയെടുത്തിട്ട് പോയിൻ്റ് ചെയ്തിട്ട് നമുക്കതിൻ്റെ ബാക്കിലത്തെ നെക്ക് മാർക്ക് ചെയ്തെടുക്കാം. അതിൻ്റെ ശേഷം നമ്മൾ സ്ലീവിൻ്റെ മോളിൻ്റെ ഭാഗത്തും നമ്മൾ 2 ഇഞ്ച് മാർക്ക് ചെയ്തു, അതിലേക്ക് ഒരു ലൈൻ വരച്ചു. അവിടെയും 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒന്ന് സ്ട്രെയിറ്റ് ലൈനായിട്ട് വരക്കാം. ഇപ്പോൾ നമ്മൾ വരച്ചിട്ടുള്ളത് ഫ്രണ്ട് നെക്കിൻ്റെ ഫ്രണ്ട് മോളിൻ്റെ മുകൾ ഭാഗമാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഒരു 1/2 ഇഞ്ച് അപ്പുറത്തേക്ക് ആക്കിയിട്ട് ആ ലൈനിൽ തന്നെ കറക്റ്റ് നമ്മളെ ചെസ്റ്റിൻ്റെ ആ പോയിൻറ്റിലേക്ക് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ 1/2 ഇഞ്ച് അപ്പുറത്തേക്ക് മാറ്റി വരച്ചതാണ് നമ്മളെ ബാക്ക് മോള് വരുന്നത്. ഫ്രണ്ടിൻ്റേത് നമ്മൾ അതിനോട് ചേർന്നിട്ട് തന്നെ പോയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള മാർക്കിങ്ങൊക്കെ അതുപോലെ തന്നെ താഴെ വരെ മാർക്ക് ചെയ്തെടുക്കുക. നമ്മൾ 1 ഇഞ്ചാണ് ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുള്ളത്, ഇവിടുത്തെ 2.25 ഫ്രണ്ടിൻ്റെ എടുത്ത് അതുപോലെ തന്നെ. ഇപ്പോൾ നമ്മളെ ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും കട്ടിങ് ഇതോടുകൂടി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ബാക്കിലും നമ്മൾ ഫ്രണ്ടിലിട്ട് അതേപോലെ ടക്ക് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഒരു ഭാഗത്ത് വെച്ചിട്ട് മാർക്ക് ചെയ്തെടുത്തിട്ട് നമുക്ക് മറ്റേ ഭാഗത്തേക്ക് പ്രസ് ചെയ്തിട്ട് അത് അങ്ങനെ എടുക്കുകയും ചെയ്യാം. ഇതുപോലെ ബാക്ക് എടുത്തിട്ട് ഒരു 9.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക, താഴത്തേക്ക് 7 ഇഞ്ച് മാർക്ക് ചെയ്യുക, സൈഡിൽ നിന്ന് 4 ഇഞ്ച് അങ്ങനെ പോയിൻ്റ് ചെയ്തിട്ട് അപ്പുറം 2 ഭാഗത്തും 1/2 ഇഞ്ച് പോയിൻ്റ് ചെയ്യുക, അത് ഇങ്ങനെ കോണാക്കി എടുക്കുക. ഇത്രയാണ് ഈ കോളർ കോട്ടിൻ്റെ കട്ടിങ് വരുന്നത്.